ഗാസയിൽ 15 മാസം നീണ്ട നരഹത്യയ്ക്ക് വിരാമമിടുന്ന ഇസ്രായേൽ ഹമാസ് താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണയായി. അമേരിക്കയുടെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ദോഹയിൽ ഒരാഴ്ചയിൽ ഏറെയായി നടക്കുന്ന ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ. 3 ഘട്ട കരാറിനാണ് ധാരണയായിട്ടുള്ളത്. കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും. വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി ഹമാസ് അറിയിച്ചിരുന്നു. അൽ ജസീറ ചാനലിന് നൽകിയ പ്രതികരണത്തിലാണ് മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ ഇക്കാര്യം അറിയിച്ചത്. ബന്ദിമോചനവും വെടിനിർത്തലിനുള്ള മധ്യസ്ഥ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചതായാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കരാർ ഇസ്രായേൽ തടവുകാരുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനത്തിനും ഗസയിലേക്കുള്ള മാനുഷിക സഹായത്തിന്റെ വർധനവിനും വഴിയൊരുക്കണമെന്ന് വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വരുന്ന ജനുവരി 19 വരെ ഗസയിൽ ശാന്തത പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹമാസ് സമാധാന കരാർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സമാധാന കരാർ അമേരിക്കൻ നയതന്ത്രത്തിന്റെയും ദീർഘകാല ചർച്ചകളുടെയും ഫലമാണെന്നും സമാധാന കരാർ നിലനിൽക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നും ബൈഡൻ പറഞ്ഞു. ഗാസയിലെ പോരാട്ടം അവസാനിപ്പിക്കുമെന്നും താമസിയാതെ ബന്ദികൾ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുമെന്നുമായിരുന്നു US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. മധ്യേഷ്യയിലെ ബന്ദികൾക്കായി ഒരു കരാറുണ്ടെന്നും അവരെ ഉടൻ മോചിപ്പിക്കുമെന്നും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ എഴുതി. കരാറിനെ പിന്തുണയ്ക്കാനും കഷ്ടപ്പെടുന്ന പലസ്തീനികൾക്ക് സുസ്ഥിരമായ മാനുഷിക സഹായം എത്തിക്കാനും UN തയ്യാറാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മാസങ്ങൾ നീണ്ട വിനാശകരമായ രക്തച്ചൊരിച്ചിലിനും എണ്ണമറ്റ ജീവത്യാഗങ്ങൾക്കും ശേഷം ഇസ്രായേൽ പലസ്തീൻ ജനത തീവ്രമായി കാത്തിരിക്കുന്ന വാർത്തയാണിതെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഒരു ഇമെയിൽ പ്രസ്താവനയിൽ പറഞ്ഞു. ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനും ഇസ്രായേലി സൈന്യത്തെ സ്ട്രിപ്പിൽ നിന്നും എല്ലാ പലസ്തീൻ അറബ് രാജ്യങ്ങളിൽ നിന്നും പൂർണ്ണമായി പിൻവലിക്കാനും പ്രതിജ്ഞാബദ്ധത പാലിക്കണമെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. പലസ്തീൻ തടവുകാരുടെയും ഇസ്രായേലി ബന്ദികളുടെയും കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇസ്രായേലും ഹമാസും പാലിക്കണമെന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ പറഞ്ഞു. 6 ആഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി സൈനിക പിന്മാറ്റവും ബന്ദികളുടെ കൈമാറ്റവും പലസ്തീനി തടവുകാരുടെ മോചനവും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. കരാറിന് സംഘടന അംഗീകാരം നൽകിയതായി ഹമാസ് വക്താവ് അറിയിച്ചു. തുടർ നടപടികളുടെ ഭാഗമായി ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. 3 ഘട്ടങ്ങളിലായാകും വെടിനിർത്തൽ നടക്കുക. ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ എന്നിങ്ങനെ 33 ബന്ദികളെയാകും വിട്ടയക്കുക. പരിക്കേറ്റവർ, രോഗികൾ എന്നിവരെയും മോചിപ്പിക്കും. 3 ബന്ദികൾ 7-ാം ദിവസം മോചിതരാകും. 7-ാം നാൾ 4 പേരും 14-ാം ദിവസത്തിൽ 3 പേരും പുറത്തെത്തും. 28, 35 ദിവസങ്ങളിൽ 3 പേർ വീതം മോചിതരാകും. കരാർ പ്രകാരം അവശേഷിച്ചവർ അവസാന ആഴ്ചയിലാകും പുറത്തെത്തുക. ഇസ്രായേൽ സേന പിന്മാറ്റവും അനുബന്ധമായി ആരംഭിക്കും. 2-3 ഘട്ടങ്ങളുടെ വിശദാംശങ്ങൾ വെടിനിർത്തലിന്റെ 16-ാം നാൾ ആരംഭിക്കും. 2-ാം ഘട്ടത്തിൽ പട്ടാളക്കാർ, റിസർവ് സേനാംഗങ്ങൾ എന്നിവരെ ആകും വിട്ടയക്കുക. പകരമായി പലസ്തീൻ തടവുകാരുടെ മോചനവും നടക്കും. 1000 പലസ്തീൻ തടവുകാരെ വിട്ടയക്കാമെന്ന് സമ്മതിച്ചതിൽ 190 പേർ 15 വർഷമോ അതിലേറെയോ ജയിലിൽ ശിക്ഷ വിധിക്കപ്പെട്ടവരാണ്. അതേ ഘട്ടത്തിൽ വടക്കൻ ഗസയിലേക്ക് മടക്കവും അനുവദിക്കും. 23 ലക്ഷം ജനസംഖ്യയുള്ള ഗസയിൽ ഒരിക്കലെങ്കിലും പലായനം ചെയ്യാത്തവർ അത്യപൂർവമായിരിക്കും. ഗസയുടെ പുനർനിർമ്മാണമാണ് 3-ാം ഘട്ടത്തിൽ നടക്കുക. ഈ ഘട്ടത്തിലും ഇസ്രായേൽ സേന ഗസയിൽ തുടരും. 2023 ഒക്ടോബറിൽ ഹമാസ് ആക്രമണത്തിൽ 251 ബന്ദികളെ പിടികൂടിയതിൽ 94 പേരാണ് ഇപ്പോഴും ഹമാസ് പിടിയിലുള്ളത്. ഇവരിൽ 60ഓളം പേർ മാത്രമാണ് ജീവനോടെയുള്ളതെന്നാണ് അനുമാനം. ബന്ദികളുടെ മോചനത്തിന് പകരമായി 1000 പലസ്തീനികളെ ഇസ്രായേൽ വിട്ടയക്കും. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് LCC കരാറിനെ സ്വാഗതം ചെയ്യുകയും ഗാസയിലേക്ക് മാനുഷിക സഹായം വേഗത്തിൽ എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ പ്രാദേശിക സ്ഥിരതയ്ക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ അങ്കാറയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിനായുള്ള തുർക്കിയുടെ ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ, പാകിസ്ഥാൻ, യമൻ, ദക്ഷിണാഫ്രിക്ക, യൂറോപ്യൻ കമ്മീഷൻ, ബെൽജിയം, ജർമ്മനി, സ്പെയിൻ, നോർവ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയും വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ പലസ്തീൻ ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് 2023 ഒക്ടോബർ 7-ന് ശേഷം ഗസയിൽ കുറഞ്ഞത് 46,707 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്.